ബോംബെ വാ. ഇവിടെ തന്നെ ഉണ്ട്. എല്ലാവർക്കും വീണ്ടും മുംബൈയിലേക്ക് സ്വാഗതം. വീഡിയോയുടെ ടൈറ്റിൽസ് കണ്ടല്ലോ, റോഡ് ഷോ ആണ്. റോഡ് ഷോ എന്ന് ഉദ്ദേശിച്ചത് മുംബൈയിലെ റോഡുകൾ കാണാം എന്നല്ല. ഇപ്പം നേരെ ഡോംബിലി എന്നുള്ള സ്ഥലത്ത് പോവാം. ഥാനേന്ന് ട്രെയിൻ വഴി ആയിരുന്നെങ്കിൽ 45 മിനിറ്റ് മതി എന്നാ പറയുന്നത്. റോഡ് വഴിയാണെങ്കിൽ ഒരു 1.5 മണിക്കൂറെങ്കിലും എടുക്കും. അങ്ങനെ ഡോംബിലി എത്തിക്കാതെ സമാന്താജിയുടെ ബോർഡ് കണ്ടു. അപ്പൊ ഞങ്ങള് ആന്റിയുടെ വീട്ടിലൊന്ന് കേറിയിട്ട് ഇപ്പൊ വരാം. ആന്റിയുടെ അവിടുന്ന് ഒരു ഹെവി ഫുഡിങ്സ് ഒക്കെ കഴിഞ്ഞ് ഒരു ഉച്ചയ്ക്ക് ഒരു 2:30-3 ആയപ്പോ നേരെ മുംബൈ ഒന്ന് ചെറുതായിട്ടൊന്ന് കറങ്ങാം. അങ്ങനെ വണ്ടി എടുത്ത് അങ്ങോട്ട് ഇറങ്ങി. നല്ല തിരക്കാണ് ഗായ്സ്, ബിക്കോസ് അടുത്ത ദിവസം അംബേദ്കർ ദിനമാണ്. അതിന്റെ ആഘോഷങ്ങൾ വേറെ, പിന്നെ ആസ് യൂഷ്വൽ ഉള്ള മുംബൈയിലെ തിരക്കുകൾ. ഈ കാണുന്നതാണ് ജിയോ വേൾഡ്. റോഡിലെ തിരക്ക് കാരണം അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. അടുത്ത പ്രാവശ്യം ആകട്ടെ. ട്രാഫിക് പതുക്കെയാണ് മൂവ്മെന്റ്. ഒരു റോക്ക് ബാൻഡ് ഷോ നടക്കുന്നുണ്ട്, അതിന്റെ തിരക്കാ. ഭയങ്കര ആളാ ഗൈസ്, സ്പെഷ്യലി കോളേജ് സ്റ്റുഡൻസ്. പക്ഷെ ഞങ്ങൾ നേരെ ബാൻഡ്ര വോർലി സീലിംഗ് ബ്രിഡ്ജ് അതിലോട്ട് കയറാൻ പോവാ. ആ ബ്രിഡ്ജിലോട്ട് കണക്ട് ചെയ്യുന്ന മെയിൻ ഹൈവേ വഴിയാണ് ഞങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ടോളൊക്കെ അടയ്ക്കണം. നേരെ കാണാലോ ഗൈസ്, അംബേദ്കർ ജയന്തിയുടെ ആഘോഷങ്ങളുടെ ഭാഗമായി ബ്രിഡ്ജിന്റെ സ്ട്രക്ചറിൽ തന്നെ ഭയങ്കര ലൈറ്റിംഗ് കാണാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഈ ഒരു സീനാണ്. മെയിൻലി മെനി ഇംഗ്ലീഷ് മൂവീസിൽ ബ്രിഡ്ജ് അല്ല, അവിടുത്തെ ഇംഗ്ലീഷ് പടത്തിൽ ഒരു ബ്രിഡ്ജ് ഉണ്ട്, ഞാൻ പേര് മറന്നുപോയി. ഇംഗ്ലീഷ് പടത്തിൽ മാത്രമല്ല, തലപതി വിജയുടെ തലൈവ് എന്ന് പറഞ്ഞ സിനിമയിലും ഈ ഒരു സീനുണ്ട്. ഈ ഒരു ബ്രിഡ്ജ് എടുത്തു കാണിക്കുന്നുണ്ട്. ആ സമയത്തായിരിക്കും ഈ ബ്രിഡ്ജിൽ ഇവർ കയറ്റാൻ തുടങ്ങിയതോ അതോ ഉദ്ഘാടനം ചെയ്തോ എനിക്ക് ഓർമ്മയില്ല. നല്ലൊരു വൈബായിരുന്നു ഈ ഒരു സീൻ ഇങ്ങനെ എടുക്കുമ്പോൾ. ഹൈ റൈസ് ബിൽഡിങ്സ് ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത് നമുക്ക് ബഹ്റിനിലും കാണാം, ഖത്തറിലും കാണാം. പക്ഷേ ദുബായ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബോംബെയും മോശമൊന്നുമല്ല. എത്ര ഹൈ റൈസ് ബിൽഡിങ്സ് ആണ് നോക്കിയ ഗൈസ് ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത്. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അതിനകത്ത് റെസിഡൻഷ്യൽ ബിൽഡിങ്സും കാണും, കൊമേഴ്ഷ്യൽ ബിൽഡിങ്സും കാണും. അവിടെ നിന്നുള്ള വ്യൂ, സ്പെഷ്യലി ഈ സീ വ്യൂ അടിപൊളി തന്നെ. ഇവിടെ അടുത്ത് തന്നെയാണ് അതൽ സേതു ബ്രിഡ്ജ്. ഇനിയും അങ്ങോട്ട് തന്നെ പോവാം. അതൽ സേതു പാലത്തിലെല്ലാം ഇതുപോലത്തെ ഗ്ലാസ്, പ്രൊട്ടക്റ്റീവ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. നേരത്തെ ഇത് ഒരു മാരുതി മറിഞ്ഞടിച്ച് വീണായിരുന്നു കാറ്റ് കാരണം. ഒരു ബാരിയറായിട്ട് ഇതുപോലെ പ്രൊട്ടക്റ്റീവ് ഗ്ലാസ് ഷീൽഡ് ഉണ്ട്. റോഡിലെ തിരക്ക് അപാരം തന്നെ. പല ആൾക്കാരും ജോലി കഴിഞ്ഞ് വരുന്ന സമയമാണ്. മുംബൈയിലോട്ടുള്ള ഈ ഒരു പോക്കിന് തന്നെ മനസ്സിലായി മുംബൈ ജനങ്ങളുടെ കാര്യത്തിൽ ഒരു മഹാസാഗരമാണെന്ന്. അങ്ങനെ അതൽ സേതു ബ്രിഡ്ജിലോട്ട് കയറുക ഗൈസ്. ഇത് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് അല്ലെങ്കിൽ അതൽ സേതു. അടൽ ബിഹാരി വാജ്പേയി സിവിരി ഹവാ സേവ അതൽ സേതു അല്ലെങ്കിൽ അതൽ സേതു. 21.8 കിലോമീറ്റർ നീളമുണ്ട് ഈ ഒരു ബ്രിഡ്ജിന്. വേൾഡ്സ് 12th ലോങ്സ്റ്റ് സീ ബ്രിഡ്ജ്. പിന്നെ നമ്മുടെ ഇന്ത്യയിലെ ലോങ്സ്റ്റ് സീ ബ്രിഡ്ജ്. ഈ സൈഡിലെ ഗ്ലാസ് ഷീൽഡിന്റെ കാര്യം ഗൈസ്, നേരത്തെ ട്രാഫിക്കിന്റെ ശബ്ദം കാരണം ഞാൻ പറയുന്നൊന്നും കേട്ടില്ലെങ്കിൽ ഈ ഒരു ഗ്ലാസ് ഷീൽഡ് നേരത്തെ ഉദ്ഘാടിച്ചപ്പോൾ കുറച്ച് നാളില്ലായിരുന്നു. പെട്ടെന്നായിരുന്നു കാറ്റ് കാരണം ഒരു മാരുതി, നമ്മുടെ സുസുക്കി മാരുതി ഇല്ലേ, അങ്ങോട്ട് വീണു. ഭയങ്കര കാറ്റാ ഗൈസ്, നല്ല കാറ്റാ ഈ ഒരു വഴി കൂടെ പോകുമ്പോൾ. ആ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞ പിന്നെ ഈ ഒരു വലിയ ഗ്ലാസ് ഷീൽഡ് വെച്ചിട്ടുണ്ട്. എവിടെ നല്ല കാറ്റടിക്കുന്നു അവിടെ എല്ലാം ഈ ഗ്ലാസ് ഷീൽഡ് ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണത്തില്ല എന്നേ ഉള്ളൂ. ഇതങ്ങ് പോവും ഗൈസ്, നവി മുംബൈ വരെ എങ്ങനെ പോവും. പക്ഷെ ഞങ്ങള് ഇടയ്ക്ക് ഒരു ഷോർട്ട് കട്ട് അങ്ങ് എടുത്തു. വിശക്കുന്നുണ്ടേ, പിന്നെ വൈകുന്നേരം ഒരു 8-9 മണി ആയി കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് ഒരു ലെഫ്റ്റ് ടേൺ അങ്ങോട്ട് എടുത്തു. വൈകുന്നേരം ആയതുകൊണ്ട് നേരെ ഒരു ഹോട്ടലിൽ പോയി കഴിക്കാം എന്ന് വിചാരിച്ചു. ഗൗരികൃഷ്ണയിലല്ല കേട്ടോ. മഹേഷ് ലഞ്ച് ഹോം. ഇവിടുന്ന് ബോംബെയിലെ ലാസ്റ്റ് ഡിന്നർ ആകാമെന്ന് വെച്ചു വിത്ത് ഫാമിലി. ഇവിടെ വൈൻ ഷോപ്പുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, എല്ലാം അടുത്താണ്.
ഇവിടെ എന്തോ ബർത്ത്ഡേ പാർട്ടി നടക്കുന്നുണ്ട്. AC റൂമിൽ കയറുന്ന മുമ്പേ നല്ല AC. സൈഡിൽ തന്നെ ഒരു ടേബിൾ കിട്ടി, എല്ലാവർക്കും ഇരിക്കാൻ. ജോയിൻ ചെയ്തതാ. ഇതാ മെനു കാർഡ്. പോസ് ചെയ്ത് നോക്കിക്കോ കേട്ടോ ഐറ്റംസ്. ആദ്യമേ പ്രോൺസ് ഫ്രൈ അല്ലെങ്കിൽ ഫ്രൈഡ് പ്രോൺസ്. നല്ല ക്രിസ്പിയാണ്. എല്ലാവരുടെ പ്ലേറ്റിൽ നിന്ന് ഈ 2 എണ്ണം വെച്ച് വീണിട്ടുണ്ട്. കൂടെ കുറച്ച് സാലഡും. അപ്പോൾ ഒരെണ്ണം അങ്ങോട്ട് എടുത്ത് കഴിച്ചപ്പോൾ എന്താ ക്രഞ്ചി, നല്ല ടേസ്റ്റാണ്. ഒന്നും കൂടെ കഴിക്കാമല്ലേ? ആഹാ, ഒന്നും കൂടെ വീണ്ടും കഴിച്ചു. എന്തായാലും ഈ 2 പീസ് വെച്ചില്ലേ, നല്ലതായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത വന്നു ഫിഷ് ടിക്ക. ആഹാ, നല്ല പീസ് കേട്ടോ. എന്തായാലും കണ്ട മുറിക്കുമ്പോൾ തന്നെ നല്ല മാരിനേഷൻ, നല്ല ടേസ്റ്റ്, സൂപ്പർ. നല്ല സോഫ്റ്റ് ഫിഷ്. സോഫ്റ്റ് ആയതുകൊണ്ട് ഒന്നും കൂടെ ഫോർക്ക് വെച്ച് ഒന്നെടുത്ത് കഴിച്ചേക്കാം. ആഹാ, ബ്യൂട്ടിഫുൾ. പിന്നെ വന്നു നമ്മുടെ എല്ലാമായ ലോളിപോപ്പ്. ഇത് തന്തൂർ ലോളിപോപ്പ് കേട്ടോ. നമ്മുടെ മുംബൈ സ്പൈസിലൊക്കെ കിട്ടുന്ന സെയിം സാധനം, പക്ഷേ ഇത് കുറച്ചും കൂടെ നല്ലതായിരുന്നു. എന്തായാലും കടിച്ച് ആഹാ, ഓരോ വശം ആ ഒരു ലോളിപോപ്പിൻ്റെ ഓരോ വശം കടിച്ച് ഞാൻ കഴിച്ചു. പിന്നെ ഉള്ളിയൊക്കെ ഉണ്ട് കേട്ടോ, സവാള വിത്ത് ലെമൺ. പിന്നെ വന്നു മട്ടൻ കറി. ഇവിടുത്തെ മട്ടൻ കറി ബോംബെന്ന് ഞാൻ കഴിച്ച മട്ടൻ്റെ ഐറ്റംസ്, അടിപൊളി തന്നെ. പിന്നെ വന്നു നമ്മുടെ ഷെഷ്വാൻ റൈസ്, ഷെഷ്വാൻ നൂഡിൽസ്. എന്തായാലും ഓരോരുത്തർക്ക് ഓരോരോ സൈഡ് പ്ലേറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ പ്ലേറ്റിൽ തന്നെ അവിടെ ഇടും. അതിൻ്റെ കൂടെ മട്ടൻ കറിയും സൈഡ് ബൈ സൈഡ് വരുന്നുണ്ട്. രണ്ടും ഏകദേശം ഒരു ചേർച്ചയില്ല, എന്നാലും ഇരിക്കട്ടെ. അപ്പോൾ മട്ടൻ കറി എൻ്റെ പ്ലേറ്റിൽ എത്തി. ഷെഷ്വാൻ റൈസ് ഷെഷ്വാൻ നൂഡിൽസ് ഞാൻ പിന്നെ കഴിച്ചോളാം. എന്തായാലും മട്ടൻ കറി, അതിൻ്റെ കൂടെ ചപ്പാത്തി, അത് നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല ചൂട് മട്ടൻ കറിയാണ് ഗൈസ്. ഇടയ്ക്കൊരു ഉള്ളിയുണ്ട്, ഒരു സവാള. ഒരു പീസ് അങ്ങോട്ട് കഴിച്ചു. ഷെഷ്വാൻ നൂഡിൽസിൻ്റെ മുകളിൽ ഒരു ഓംലെറ്റ് ഇരിക്കുന്നു. അതിൻ്റെ ഒരു കുറച്ച് പാതി എടുത്തു. പിന്നെ കുറച്ച് ഷെഷ്വാൻ റൈസ് വിത്ത് റൈസും ഉണ്ട് ഗൈസ്. സോറി കേട്ടോ, റൈസ് വിത്ത് നൂഡിൽസാണ്. എന്തായാലും റൈസ് നൂഡിൽസ് ഉണ്ട്, ആംലേറ്റ് പകുതിയുണ്ട്, പിക്കിളുണ്ട്, പിന്നെ മട്ടൻ കറിയും. ഇനിയും കുറച്ച് റൈസ്, ഷെഷ്വാൻ റൈസ് അങ്ങോട്ട് എടുത്താലോ. വാവ്, ഇറ്റ് വാസ് ടേസ്റ്റി ഗൈസ്. ചവച്ച് അടിപൊളി. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ലതായിട്ട് വെന്തിട്ടുമുണ്ട്. അതിനോട് കുറച്ച് ചപ്പാത്തിയും. നമ്മുടെ ചിക്കൻ മഞ്ചൂറി. ഇത് ഫ്രീ ആയിട്ടോ, ഈ ഷെഷ്വാൻ റൈസിനോട് ഫ്രീ ആയിട്ട് വരുന്ന അതിൻ്റെ ഗ്രേവിയും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു. പിന്നെ കയ്യും കഴുകി ഫിംഗർ ബോളിനകത്ത്. ഈ ഒരു സാധനം കുറേ നാളായി. ബഹറിനിൽ എവിടെയാണെന്ന് പണ്ട് ശൃംഗാർ റെസ്റ്റോറൻറ്റിലാണ് അവസാനം ഇങ്ങോട്ടൊരു ഫിംഗർ ബോളിൽ കഴുകിയത്. അതൊക്കെ എപ്പോഴേ പൂട്ടി ബഹറിൻ്റെ. പിന്നെ ഇവിടെയാണ് കഴുകി. അങ്ങനെ നല്ലൊരു ഫുഡായിരുന്നു മഹേഷ് ലഞ്ച് ഹോമിൽ നിന്ന് കഴിച്ചത്. എന്നിട്ട് നേരെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. നമ്മുടെ ഐക്യ, ബോംബെയിലെ ഐക്യ ഹിന്ദിയിൽ എഴുതിയേക്കുന്നത് കണ്ടോ. വീട്ടിൽ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഭയങ്കര പടക്കവും ആഘോഷം. രാത്രി 12 മണിയായപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഫ്ലാറ്റിലെത്തിയപ്പോൾ ലേറ്റായി. അപ്പോൾ ബാൽക്കണിയിൽ നോക്കിയപ്പോൾ ഭയങ്കര ആഘോഷം. എല്ലായിടത്തും ഫയർ ക്രാക്കേഴ്സൊക്കെ കാണാം, പടക്കങ്ങൾ. എന്തിനാണെന്നറിയത്തില്ല. വിഷുവിനാണോ അതോ അംബേദ്കർ ജയന്തിക്കാണോ ആവോ. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുക ഗൈസ്. എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ഓട്ടോയിൽ പോയാലോ എന്ന് വിചാരിച്ചു. ഒരു 3-4 ഓട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഓട്ടോ മീറ്ററിലാണ് ഓടുന്നത് കേട്ടോ. നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട്. നാട്ടിൽ നിന്ന് വന്ന് ഞങ്ങളുടെ അങ്കിൾസ് ആൻഡ് ആൻറ്റീസൊക്കെ ഇന്ന് പോവുക. അപ്പോൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണ്ടേ? ട്രെയിൻ വരാൻ സമയമുണ്ട്. ഒരു 10-14 പെട്ടിയുണ്ട്. ഇതങ്ങ് പ്ലാറ്റ്ഫോം വരെ എത്തിക്കാൻ 2 കൂലിക്കാരെയും വിളിച്ചു. അവരുമായിട്ട് പൈസ സെറ്റിൽമെൻ്റ് ഒക്കെ ചെയ്തു. ഇനി ഇവർ പൊക്കുന്ന പൊക്ക് കണ്ടോ ഗായ്സ്. സമ്മതിച്ചു കൊടുക്കണം. ഓരോരുത്തർ ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു ഗായ്സ്. കണ്ടോ, ഈ ഒരു പ്ലാറ്റ്ഫോം വഴി നടന്നിട്ട് തന്നെ, അതും കൈയും വീശി നടന്നിട്ട് തന്നെ ഞാൻ അണയ്ക്കുന്നു. അപ്പോഴാണ് അവർ അത്രയും വെയിറ്റും പൊക്കിക്കൊണ്ട് പോകുമ്പോൾ റിയലി ഹാറ്റ്സ് ഓഫ്. അപ്പോൾ നടന്ന് ഞങ്ങൾ ട്രെയിൻ വരുന്ന പ്ലാറ്റ്ഫോമിൽ എത്തി. ട്രെയിൻ സമയത്തിനാണ്. ഇത് നേരെ നാട്ടിലോട്ടാണ് പോകുന്നത്. ആ സമയം കൊണ്ട് എനിക്ക് പല ട്രെയിനിൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്സുകൾ എടുക്കാൻ പറ്റും. പോകുന്നതും വരുന്നതും ജസ്റ്റ് ഫോർ എ ഹൊറർ. പാസഞ്ചർ ട്രെയിനും സൂപ്പർ ഫാസ്റ്റ് ട്രെയിനും എക്സ്പ്രസ് ട്രെയിനും എല്ലാത്തിൻ്റെയും ചെറിയ വീഡിയോ ക്ലിപ്സുകളൊക്കെ എടുത്തു. ട്രെയിൻ വരാറായി. പേടിക്കണ്ട, ഇപ്പം എത്തും. ഇപ്പം തന്നെ എത്തും. आणि आप लोकांना पाठवून आम्ही काम सुरू
yesterday I told her to make burger. She said only 5 rupees. ഗാഡി ആ ഗയാ. അങ്ങനെ കുറച്ചു നേരം കാത്തിരുന്ന ട്രെയിൻ ദേ വന്നു. അവരുടെ ബോഗിയിൽ കയറി. അവർ മാത്രമല്ല, കൂടെ ഒരു 1000 ജനങ്ങളുണ്ട് ഗൈസ്. ഇവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്ക്. ട്രെയിനിലെ തിരക്ക് കണ്ട് ഞാൻ ശരിക്കും അന്തം വിട്ടുപോയി. 3 ടയർ കോച്ചിലാണ് കയറി കേട്ടോ. ഞങ്ങൾ അവരോട് ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അങ്ങ് നടന്നു. പക്ഷേ വീട്ടിലോട്ടല്ല പോയത്. എല്ലാവരും പോയതിൻ്റെ സങ്കടം തീർക്കാൻ കുറച്ച് വടപ്പാവ് കഴിക്കാം. ചേട്ടൻ പറഞ്ഞത് ഇതൊരു പഴയ ഒരു വടപ്പാവിൻ്റെ ഒരു റെസ്റ്റോറൻ്റ് ആണോ സ്റ്റോളാണോ അതുപോലെ തിരക്കായിരിക്കുന്ന നിൽക്കുന്ന ചേട്ടന്മാരില്ലേ, പുള്ളിയാണെങ്കിൽ എത്ര വടപ്പാവ് ഒരു നേരം ഉണ്ടാക്കുന്നുണ്ടെന്ന് ദൈവത്തിനറിയാം. ഇതെന്തോ അച്ചാറാണോ അല്ല ചട്നിയാ? ദേ ക്രിസ് എന്നെ പഠിപ്പിക്കുന്നു എങ്ങനെ വടാപ്പാവ് തിന്നാം. മടക്ക് തിന്നു മക്കളെ, മടക്ക് തിന്നെ. മറ്റേടത്ത് വെച്ച് തരുമായിരുന്നു, മറ്റേ കിഴക്കിറപ്പാല് ചട്നിക്ക് അത് മുക്കി തരും. സാധനം കയ്യിലുണ്ട്, നിറച്ച് പൊട്ടറ്റോ, പക്ഷേ അതിൻ്റെതായ ടേസ്റ്റും ഉണ്ട്. ഒരു കടിയും കൂടെ കടിച്ചാലോ. ദേ സമൂസ. ഓ, എത്ര സമൂസയാണ് ഒരു നേരം വറുക്കുന്നത്. അതേ ചട്നി തന്നെ മുക്കി കഴിക്കും. ഇത് പൊട്ടറ്റോ. ബജി എല്ലാത്തിനും ഈ ചട്നിയാണ്. ഇതാണ് ഗായ്സ് ഇവിടെ കിട്ടുന്ന ഐറ്റംസ്. വടാപ്പാവ്, സമൂസ പാവ്, ബാജി പാവ്, മിസൽ പാവ്, വടാ പ്ലേറ്റ് എല്ലാം ഉണ്ട്. ഇവിടുന്ന് കുറച്ച് സ്വീറ്റ്സ് വാങ്ങാം, ബേറിന് കൊണ്ടുപോകാൻ. ലാസ്റ്റ് ഷോപ്പിംഗ് ഫ്രം ബോംബെ എന്ന് വിചാരിക്കുന്നു. വെറുതെ കൈയും വീശി എങ്ങനെയാ ബോംബെന്ന് ബഹറിലോട്ട് വരുന്നത്? കൂട്ടുകാർക്കും പിന്നെ സ്വയം കഴിക്കാനും കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വേണ്ടേ? പ്രസാദ്, ഇതാണ് ഈ കടയുടെ പേര്. വളരെ ഫേമസ് ആണ് സ്വീറ്റ്സിന്. അങ്ങനെ അവസാനം ഥാനെ നഗർ അല്ലെങ്കിൽ മുംബൈ ബൈ ബൈ പറയാൻ സമയമായി ഗായ്സ്. ഞങ്ങൾ നേരെ എയർപോർട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുക. പല സീനുകളും കട്ട് ചെയ്താണ് എയർപോർട്ടിലെ സീനുകൾ ഇപ്പോൾ കാണിക്കുന്നത്. എയർപോർട്ടിൽ വളരെ എളുപ്പത്തിൽ വന്നതൊന്നുമല്ല കേട്ടോ. ഏകദേശം ഒരു 45 മിനിറ്റ്സോളം ഉണ്ട്. എയർപോർട്ടിൽ നിന്ന് നേരെ ബിൽഡിങ്ങിലോട്ട് വന്ന ദൂരം തന്നെ ഉണ്ട്. ബിൽഡിങ്ങിൽ നിന്ന് നേരെ അങ്ങോട്ടും. എല്ലാവരോടും ബൈ പറഞ്ഞ് ഞങ്ങൾ നേരെ എയർപോർട്ടിലോട്ട് സ്ഥലം വിട്ടു. ശരിക്കും മുംബൈ എയർപോർട്ടിന്റെ വലിപ്പം നമ്മൾ പോവാൻ നേരത്താണ് അറിയുന്നത്. ഇറ്റ്സ് എ മാസീവ് എയർപോർട്ട്. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഗൾഫ് എയർ ആണ്, ഇൻഡിഗോ അല്ല കേട്ടോ. ഗൾഫ് എയർ വഴിയാണ് തിരിച്ചു പോകുന്നത്. ആസ് യൂഷ്വൽ നല്ല തിരക്കാണ്. കഷ്ടപ്പെട്ട ഒരു ട്രോളി കിട്ടിയത്. ടെർമിനൽ 3 കയറാനുള്ള ലൈനാ ഗൈസ്. ഭയങ്കര ആളാണ്. ഹായ് ഗൈസ്, ബോർഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നല്ല റഷായിരുന്നു എയർപോർട്ടിൽ കയറിയപ്പോൾ. നിങ്ങളെ ഞാൻ ലൈൻ കാണിച്ചില്ലേ? അവിടുന്ന് കുറേ നേരം ടെർമിനൽ 3 നിന്നപ്പോൾ അവർ പറഞ്ഞു ടെർമിനൽ 2 ഗേറ്റ് അവർ ഓപ്പൺ ആക്കി. അവിടുന്ന് കയറി നേരെ ഗൾഫ് എയറിൻ്റെ കൗണ്ടറിൽ ചെക്ക് ഇൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സെക്യൂരിറ്റിയുടെ അവിടെ ഭയങ്കര ചെക്കിംഗ് ആയിരുന്നു, എസ്പെഷ്യലി എമിഗ്രേഷൻ്റെ അവിടെ. എന്തായാലും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇപ്പോൾ ബോർഡിങ്ങിലോട്ട് കയറുക. ഇപ്പം എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ട് വെയിറ്റ് ചെയ്യുക. നമ്മുടെ എയർ ഹോസ്റ്റസൊക്കെ വന്ന് കാണിക്കേണ്ട ഡെമോ എല്ലാം കാണിച്ചു. ഇപ്പം ഫ്ലൈറ്റ് ഈസ് ടേക്കിംഗ് ഓഫ് ടു ബഹ്റൈൻ. ഈ സീനുകൾ പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല. അങ്ങനെ മുംബൈ എയർപോർട്ടിൽ നിന്ന് നേരെ ബഹ്റിനിലോട്ട്. അങ്ങനെ ഒരു ബഹ്റിൻ ടൈം 11:45 അല്ലെങ്കിൽ ഏകദേശം ഒരു 12 മണി ആകാറായി. ഞങ്ങൾ ബഹ്റിനിലെത്തി.